സംരംഭങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം സാധ്യമായ വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതായത് സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന തലത്തിലേക്ക് പുനർനിർവചിക്കപ്പെട്ടോ നമ്മുടെ വികസനം? മിസ്റ്റർ കൃഷ്ണരാജ്, അതായത് ആദ്യത്തെ ബജറ്റ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് 2014-15 ബജറ്റ് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ അവതരിപ്പിക്കുന്ന വേളയിൽ ആമുഖമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 5 ടീകളിലൂടെ ഞാൻ ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കും. എന്തായിരുന്നു 5 ടീകൾ? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഈ 5 ടീകളിലൂടെ ഇന്ത്യയെ വികസനത്തിലേക്ക് കുതിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തീർച്ചയായിട്ടും വളരെ നമുക്ക് ആശ്വാസം പകരുന്ന, പ്രതീക്ഷ പകരുന്ന കാര്യങ്ങളായിരുന്നു തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യത്തെ ഒരു വിദേശ അതായത് സന്ദർശനം അമേരിക്കയിൽ നടത്തി. ആദ്യത്തെ സന്ദർശനം അമേരിക്കയിലേക്കായിരുന്നു. ആ സന്ദർശന വേളയിൽ അവിടെ അദ്ദേഹം പ്രസംഗിച്ചു, വി ഹാവ് 3 Ds. ഞങ്ങൾക്ക് 3 ഡികളുണ്ട്. ഏതൊക്കെയാണ്? ഡെമോക്രസി, ഡെമോഗ്രഫി, ഡിമാൻഡ്. കം, മേക്ക് ഇൻ ഇന്ത്യ. അതായത് ഈ ആദ്യം പറഞ്ഞ 3 ഡികൾ ഉണ്ടെങ്കിൽ ആർക്കും ആ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരാം. അപ്പോൾ ഒരു മടിയും വേണ്ട. നിങ്ങൾ ചൈനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയോ റഷ്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയോ അല്ല ഒരു ഡെമോക്രസിയിൽ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കം, മേക്ക് ഇൻ ഇന്ത്യ, അതായത് വിദേശ മൂലധനം ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ആഹ്വാനമായിരുന്നു കം, മേക്ക് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ, നല്ല ഒരു ആഹ്വാനമായിരുന്നു അത്. അങ്ങനെ ആദ്യം പറഞ്ഞ ഈ 5 ടീകൾക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടെക്നോളജിയിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടാവുക. നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ കുതിക്കുകയായിരുന്നു. ആ കുതിക്കലിന് ഒരു കുതിപ്പ് കൂടി കൊടുക്കത്തക്ക രീതിയിലാണ് ആ ടെക്നോളജി വിഭാഗത്തെ എല്ലാ മേഖലയിലും അദ്ദേഹം വളർത്തിയെടുക്കാൻ വേണ്ടി ആ ഒന്നാമത്തെ ബജറ്റ് വഴി തന്നെ ആരംഭം കുറിച്ചത്. അതുപോലെ ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് മുൻപോട്ട് പോയിട്ട് പോലും നമുക്ക് എന്തുമാത്രം മുന്നേറാൻ ഒത്തു, എന്തുമാത്രം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഒത്തു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്യേണ്ടതാണ്. അത്രയുള്ള വിശകലനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം 2024 ILOയുടെ ഒരു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒരു കണക്ക് പുറത്തു വന്നപ്പോൾ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള തൊഴിലില്ലായ്മ നിരക്കിനെ പറ്റിയുള്ള പഠനം, ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ 82.08% അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ളതായിട്ടാണ് ILO രേഖപ്പെടുത്തിയത്. അത് ഇന്ത്യയിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയധികം അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് എഡ്യൂക്കേറ്റഡ് അതായത് പ്രീ ഡിഗ്രി ആൻഡ് എബവ് ഉള്ള അഭ്യസ്ത വിദ്യർക്കാണ് അത്രയും തൊഴിലില്ലായ്മ. അതുപോലെ നമുക്കറിയാം ഈ അടുത്തടുത്ത വർഷങ്ങളിൽ ഏതാണ്ട് ഒരു 4-5 വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര മുതലുള്ള കേരളത്തിൽ നിന്നും ഒക്കെ വലിയ തോതിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ വെളിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ കുറവായതുകൊണ്ട്, അതുപോലെ നമ്മുടെ മോദി തന്ന ആ സന്ദേശം ടെക്നോളജി കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കും എന്ന് പറഞ്ഞത് അത് വേണ്ടത്ര തോതിൽ നടന്നില്ല. ഒരു പക്ഷേ അത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കുഴപ്പം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇത്ര വലിയ ഒരു ജനത 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വേണ്ടത്ര തോതിൽ ടെക്നോളജി വികസിക്കണമെങ്കിൽ ഓരോ മന്ത്രാലയവും അതിൻ്റെ രീതിയിൽ തന്നെ പരിശ്രമിക്കണം. അങ്ങനെയുള്ള ആ പരിശ്രമം, അതുപോലെ ഓരോ സംസ്ഥാനവും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻ നടത്തണം. ആ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ILO പറഞ്ഞതുപോലെയുള്ള തൊഴിലില്ലായ്മയോ നാം കാണുന്നത് പോലെയുള്ള, അതായത് 1 ലക്ഷം കോടിയുടെ മുകളിലാണ് വിദ്യാർത്ഥികൾ, വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എടുത്തിരിക്കുന്ന വായ്പയുടെ തന്നെ കിട്ടാക്കടമായിട്ട് മാറിയിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്ന്.
അപ്പോൾ ആ തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിച്ചത്ര വളരാൻ കഴിഞ്ഞോ? എന്തുകൊണ്ടാണ് ഈ തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമായത്? അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഭരണത്തോട് വലിയ ബഹുമാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഉദാഹരണം, റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാൻ എടുത്ത തീരുമാനം. എന്താണ് റെയിൽവേ ഇന്ത്യക്ക് നൽകിയിരുന്നത്? ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേ. 16 ലക്ഷത്തിലധികം സ്ഥിര തൊഴിലുകളാണ് 2010 വരെയുള്ള കാലത്ത് ഇന്ത്യൻ റെയിൽവേ നൽകിയിരുന്നത്. ആ ഇന്ത്യൻ റെയിൽവേ നിങ്ങൾ അഭിജിത് ബാനർജി, നമുക്ക് 2019 ഇന്ത്യയിലേക്ക് നോബൽ പ്രൈസ് കൊണ്ടുവന്ന അഭിജിത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഒരു ഗ്രന്ഥമുണ്ട്, 2019 എഴുതിയ. ആ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്തായിരുന്നു 2010 വരെയുള്ള കാലഘട്ടത്തിൽ. ആ ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ, അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വിവേക് ദെബ്രോയ് റിപ്പോർട്ടാണ്. വിവേക് ദെബ്രോയ് മരിച്ചുപോയി, അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ക്ഷമിക്കണം. പക്ഷേ അദ്ദേഹം നടത്തിയ ആ റിപ്പോർട്ട്, അതെന്താണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് എന്താണ്, റെയിൽവേ ബജറ്റ് നിർത്തലാക്കി, ഓർമ്മിക്കണം. അതുപോലെ തന്നെ റെയിൽവേയുടെ കൻറ്റീൻ, അതായത് റെയിൽവേക്ക് തന്നെ പാൻട്രി കാർ ഉണ്ടായിരുന്നു, അതിലെ ഭക്ഷണ രീതി ഉണ്ടായിരുന്നു. റെയിൽവേയിലെ തന്നെ ജോലിക്കാർ, ഉദ്യോഗസ്ഥരായിരുന്നു, അവിടെ സ്ഥിരം റിക്രൂട്ടഡ് ആകുന്നവരായിരുന്നു അതൊക്കെ പാചകം ചെയ്തിരുന്നതും സെർവ് ചെയ്തിരുന്നതും. അത് നിർത്തലാക്കാൻ പറഞ്ഞു, അത് നിർത്തലാക്കി. അതിനുശേഷമാണ് ഈ IRTCS, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ക്യാൻറ്റീൻ സർവീസ് സ്വകാര്യവൽക്കരിച്ചു. ഇപ്പം നമുക്കറിയാം റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർക്ക് അതിഭീകരമായ വില കൊടുക്കണം ഭക്ഷണത്തിന്. കൊടുത്താൽ തന്നെ പോയിസൺഡ് ആയിട്ടുള്ള ഫുഡാണ് പലപ്പോഴും കിട്ടുക. ടിക്കറ്റ് ഫെയർ ഒക്കെ ഒരുപാട് വർദ്ധിച്ചു. അങ്ങനെ അതായത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ തൊഴിൽ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, പാവപ്പെട്ടവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മീഡിയമായിരുന്നു. അതിനെ സ്വകാര്യവൽക്കരിച്ചു. അപ്പോൾ ഇത് തൊഴിലില്ലാതെയാകാനായിട്ട് നടത്തിയ, അത് മനഃപൂർവ്വം തൊഴിലില്ലാതാക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ ഇത്തരം ചില വികല നയങ്ങൾ തൊഴിലില്ലായ്മയുടെ ആക്കം കൂട്ടി. ILO അതൊന്നും പറയുന്നില്ല, പക്ഷേ ILO പറഞ്ഞ ആ കണക്കിലേക്ക് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ചിലതൊക്കെ നോക്കുമ്പോഴാണ്. അതുപോലെ വിമർശനങ്ങളും പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. നോക്കുക.